ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്വരങ്ങൾ ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പരാതി, ആ പരാതിക്കുള്ള ഒരു ഉത്തരം ഒന്ന് കണ്ടുപിടിച്ചിട്ട് ഇന്ന് കിടക്കാൻ വേണ്ടി പോവാണ്. പരാതി എന്താണെന്നറിയോ? നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടായ സ്ട്രഗിൾസ്, വേദനകൾ, നമുക്കുണ്ടായ നെഗറ്റീവ് എക്സ്പീരിയൻസുകളിലൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഈശോയോട് പരാതിപ്പെടണം. കർത്താവേ, ഇതെന്താണ് ഈ ജീവിതം? ഇതെങ്ങോട്ടായി പോകുന്നത്? ചിലപ്പോൾ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞിട്ടുണ്ടാകും, നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ടാകും, എന്ത് പൊട്ട ലൈഫാണ്, ഇതൊരു രസമില്ലല്ലോ, ഇതെന്തിനാണ് ഇങ്ങനെ ജനിച്ചത്, ജീവിച്ചത്, എന്താണ് ഇവിടെ എന്നൊക്കെ ഓർത്ത് നമ്മൾ പരാതിപ്പെടുണ്ടാവും. പഴയ നിയമത്തിൽ ഇങ്ങനെ ഒരു പരാതി നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ജോബ് തൻ്റെ ജീവിതം ഇങ്ങനെ വളരെ ശോചനീയാവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും ഒരു ഒരു പ്രത്യാശയില്ലാത്തൊരു സമയങ്ങൾ കടന്നു വന്ന സമയത്ത് വലിയ നിരാശയിൽ, സങ്കടത്തിൽ ജോബ് ഇങ്ങനെ പരാതിപ്പെടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ ഒരു പരാതികൾ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നത്. കാര്യം കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജോബിൻ്റെ പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായം എടുക്കാം. അവിടെ ഇങ്ങനെ മനുഷ്യജീവിതത്തിന്റെ ഒരു നശ്വരതയെക്കുറിച്ചൊക്കെ ഇങ്ങനെ ജോബ് കൂട്ടുകാരോടൊക്കെ ഇങ്ങനെ പറയാണ്. രണ്ട് വചനങ്ങളെ വായിക്കുന്നുള്ളൂ, നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ജോബിന്റെ പുസ്തകം 7-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: എൻ്റെ ദിനങ്ങൾ നെയ്ത്തുകാരൻ്റെ ഓടത്തേക്കാൾ വേഗത്തിൽ കടന്നു പോകുന്നു, പ്രത്യാശയില്ലാതെ അസ്തമിക്കുന്നു. നെയ്ത്തുകാരൻ്റെ ഓടം വിട്ട് കളഞ്ഞിട്ട് ആ ബാക്കി വചനം ഒന്ന് ചേർത്ത് വായിച്ചേ. എൻ്റെ ദിനങ്ങൾ പ്രത്യാശയില്ലാതെ അസ്തമിക്കുന്നു. ആ വചനത്തിൻ്റെ തുടക്കം എൻഡിങ് ആണ്. ഇന്ന് ഇന്ന് ഒരു ദിവസം പൂർത്തിയാകാം. ഐ ആസ്ക് യു, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഇന്ന് വളരെ പ്രത്യാശയിലാണോ അതോ നിരാശയിലാണോ ഇന്ന് കിടക്കാൻ വേണ്ടി പോണേ? ജോബ് പറയാണ്, ഉണ്ടായ അനുഭവങ്ങൾ, സങ്കടങ്ങളൊക്കെ വെച്ച് എല്ലാം ഒരു തുലാസിലെടുത്ത് വെച്ച് നോക്കുമ്പോൾ ജോബ് പറയാണ്, സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളാണ് കൂടുതൽ, നിരാശപ്പെടുത്തുന്ന കാര്യങ്ങളാണ് കൂടുതൽ. ആ വിഷമത്തിൽ നിന്നോടെ ജോബ് പറയുന്നത്, എൻ്റെ ദിവസം അസ്തമിച്ചു. എങ്ങനെ അസ്തമിക്കുന്നു? പ്രത്യാശയില്ലാതെ അസ്തമിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, നമുക്കെല്ലാം ലൈഫ് സിറ്റുവേഷൻ ഡിഫറൻ്റ് ആണ്. എനിക്കിന്നുണ്ടായത് കൂടുതൽ സന്തോഷത്തിൻ്റെ അനുഭവങ്ങളാണ്. ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ കൂടുതൽ സന്തോഷത്തിൻ്റെ അനുഭവം ഇന്നൊരു ദിവസം എനിക്കുണ്ടായത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. പ്രത്യാശയോടെ അസ്തമിക്കുന്ന ഒരു ദിവസം ഉണ്ടാകാം, നിരാശപ്പെടുത്തി ഉറക്കം കളയുന്ന ഒരു ദിവസം ഉണ്ടാകാം. ജോബ് പറയാണ്, എൻ്റെ ലൈഫ് കുളമായി, ഒരു രസമില്ലാത്തൊരു ജീവിതം, നിരാശയാണ്. മറ്റൊരു വചനം ശ്രദ്ധിച്ചേ, 7-ാമത്തെ അധ്യായത്തിൽ 16-ാം വാക്യം. ജോബ് തൻ്റെ സങ്കടം നമ്മുടെ കൂടെ ചേർന്നെന്ന് പറയാണ്, ഞാൻ ആശയറ്റവനാണ്, ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുകയില്ല, എന്നെ ഏകനായി വിടുക, എൻ്റെ ജീവിതം ഒരു ശ്വാസം മാത്രമാണ്. സങ്കടത്തിൽ നിന്നോട് പറയാണ്, എൻ്റെ ജീവിതം മുഴുവൻ പോയി, ഒരു ശ്വാസം പോലെ ഇതേ തീർന്നു, എന്നെ വിട്ടേറെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലപ്പോൾ നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ പറയുന്നുണ്ടാകാം, മോനെ നമുക്കൊന്നുകൂടെ നോക്കാടാ, മോളെ നമുക്ക് നാളെ ഒന്ന് ശരിയാക്കാം എന്നൊക്കെ പറയുന്നുണ്ടാകും. പക്ഷേ നിരാശ കയറി കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്, ഈ ദിവസവും തീർന്നു, ഇന്നും എനിക്ക് ഉത്തരം കിട്ടിയില്ല, ഇന്നും ജോലിക്ക് വേണ്ടി എന്നെ വിളിച്ചിട്ടില്ല, ഇന്നും എൻ്റെ റിസൾട്ട് വന്നിട്ടില്ല, ഇന്നും ഞാൻ ചോദിച്ച ആ കാര്യം നടന്നിട്ടില്ല, എൻ്റെ ദിവസങ്ങൾ ഇങ്ങനെ തീർന്നുകൊണ്ട് പോവുക. എന്നെ അപ്പ നിങ്ങൾ ഉപദേശിക്കേണ്ട, അമ്മ നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കേണ്ട, എന്നെ വിട്. നിരാശപ്പെട്ട് നമ്മൾ പറയുന്നു പോകണ്ടാകും. നിങ്ങൾക്കിത് ലൈഫ് സിറ്റുവേഷനിൽ ചേർക്കാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, നിങ്ങളിത് ബാധിക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിങ്ങനെ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ തന്നെ അങ്ങനെ ഒരു സങ്കടത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഉത്തരം നമുക്ക് വേണമല്ലോ, ഒരു പ്രത്യാശ നമുക്ക് വേണമല്ലോ. ആ പ്രത്യാശയെക്കുറിച്ച് പറയാനാണ് ഇന്ന് ഈ ഒരു വചനം. മറ്റൊരു വചനം ഞാൻ എടുക്കുക, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 49-ാമത്തെ അധ്യായം. യെശയ്യാ പ്രവാചകനും ഇങ്ങനെ ഒരു സങ്കടം പറയുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് ധ്യാനിച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ കേട്ടോ. ജോബ് അവിടെ നിന്ന് സങ്കടം പറയുകയാണ് നമ്മളെപ്പോലെ. ഇതാ ജോബിനെ പോലെ തന്നെ, നമ്മളെപ്പോലെ തന്നെ യെശയ്യാ പ്രവാചകൻ ഒരു പരാതി പറയുന്നുണ്ട്, സങ്കടം പറയുന്നുണ്ട്. പക്ഷേ വിത്ത് എ ലിറ്റിൽ ഡിഫറൻസ്, ഒരു വലിയ വ്യത്യാസത്തോടു കൂടി നമ്മുടെ മുമ്പിൽ യെശയ്യാ പ്രവാചകൻ ഒരു കാര്യം അവതരിപ്പിക്കുന്നുണ്ട്. യെശയ്യാ 49:4, ഞാൻ പറഞ്ഞു, ഞാൻ വ്യർത്ഥമായി അധ്വാനിച്ചു, എൻ്റെ ശക്തി വ്യർത്ഥമായും നിഷ്ഫലമായും ചെലവഴിച്ചു. ലൈഫ് നഷ്ടമായി പോയെന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഞാൻ വെറുതെ പണിയെടുത്തു, ഞാൻ വെറുതെ പഠിച്ചു, എന്തിനായി ഉറക്കം കളഞ്ഞത്, എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ടത്, എല്ലാം വെറുതെ ആയിപ്പോയല്ലോ എന്ന് നിരാശയോടെ പറയുന്ന യെശയ്യാ പ്രവാചകൻ തൊട്ടടുത്ത വചനം നിങ്ങൾ അടയാളപ്പെടുത്തിയിടണം, എങ്കിലും എൻ്റെ അവകാശം കർത്താവിലും പ്രതിഫലം ദൈവത്തിലുമാണ്. ദാറ്റ് മാറ്റേഴ്സ്. ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ജോബിനെ പോലെയും യേശയ്യായെ പോലെയും ഒക്കെ നമ്മൾ പരാതി പറയുന്നുണ്ട്, നമ്മൾ സങ്കടപ്പെടുന്നുണ്ട്. ഒത്തിരി 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 വിഷമങ്ങൾ നമുക്ക് എല്ലാ ദിവസവും വരുന്നുണ്ട്. ദൈവമേ, ഞാൻ എന്തിനാണ് ഇതിങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നത്, ഞാൻ എന്തിനാണ് ഈ കുടുംബത്തിന് വേണ്ടി, ഞാൻ ഈ ഒരു സമൂഹത്തിന് വേണ്ടി എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നത്, എന്തിനാ ഈ ഉറക്കം കളയുന്ന നടുപൊട്ടിക്കണം, എന്തിനാ ഈ ചോര നീരാക്കി ഞാൻ അധ്വാനിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, 1, 10, 100 തവണ നിങ്ങൾ ഈ പരാതി പറഞ്ഞിട്ടുണ്ടാവും. യേശയ്യാ പറഞ്ഞു, ജോബ് പറഞ്ഞു, ജോബിനൊരു പ്രത്യാശ ഉണ്ടായിരുന്നു, എൻ്റെ ജാമ്യക്കാരൻ സ്വർഗത്തിൽ ഇരിപ്പുണ്ടെന്ന്. യേശയ്യാ പ്രവാചകൻ ഒരു പ്രത്യാശയോടെ നമ്മൾ പറയാണ്, ഞാൻ ഈ കഷ്ടപ്പെട്ടെങ്കിലും വിഷമിച്ചെങ്കിലും എൻ്റെ അവകാശം കർത്താവിലാണ്, എൻ്റെ പ്രതിഫലം എൻ്റെ ദൈവത്തിലാണ്, എനിക്ക് എൻ്റെ കർത്താവ് പ്രതിഫലം തരും. ഇന്ന് തന്നില്ല, ഇന്നും ജോലിക്ക് വിളിച്ചിട്ടില്ല, ഇന്നും എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല, ഇന്നും ആ റിജക്ഷൻ്റെ വാതിൽ അടഞ്ഞു തന്നെ കിടക്കാണ്, പക്ഷേ എനിക്ക് എൻ്റെ കർത്താവ് പ്രതിഫലം തരും. ദർ വിൽ ബി എ റിസൾട്ട്. ഉത്തരം കിട്ടാതെ പോകത്തില്ല, എൻ്റെ കർത്താവ് എനിക്ക് ഉത്തരം തരുമെന്ന് പ്രവാചകൻ നമുക്കൊരു ബോധ്യം തരികയാണ്. ഇത് ഉള്ളിലോട്ട് നിറഞ്ഞേക്കണം. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിങ്ങൾക്ക്
പരാതിപ്പെട്ട, നിരാശപ്പെട്ട, ഇത് ശരിയാവില്ലെന്ന് തോന്നിപ്പോയ, ജീവിതം ഒരു ശ്വാസം പോലെയാണ്, എന്നെ വിട്ടേക്കെന്ന് പറഞ്ഞ് പരാതിപ്പെട്ട ഈശോയുടെ പ്രിയപ്പെട്ട ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഈശോ ഇന്ന് രാത്രി തരുന്ന ഒരു വചനമാണിത്. നിനക്കൊരു പ്രതിഫലമുണ്ട്, കർത്താവ് ഒരുക്കി വെച്ച ഒരു പ്രതിഫലമുണ്ട്. മറ്റൊരു വചനം അതിനോട് ചേർത്ത് വായിക്കണം കേട്ടോ. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട വചനങ്ങളൊന്നാണ് 49:5. എൻ്റെ അവസാനത്തെ ഭാഗം മാത്രം. എന്തെന്നാൽ കർത്താവ് എന്നെ ആദരിക്കുകയും എൻ്റെ ദൈവം എനിക്ക് ശക്തിയാവുകയും ചെയ്തിരിക്കുന്നു. കർത്താവ് എന്നെ ആദരിക്കുകയും എൻ്റെ കർത്താവ് എനിക്ക് ശക്തിയാവുകയും ചെയ്തിരിക്കുന്നു. തളർന്ന് തരിപ്പണായിട്ട് നിൽക്കുകയാണ്, തകർന്ന് ഇല്ലാണ്ടായിട്ടിരിക്കുകയാണ്, ഒരു പ്രത്യാശ ഇല്ലാതിരിക്കുകയാണ്. ഉറങ്ങാൻ നോക്കിയിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, എഴുന്നേക്കാൻ നോക്കിയിട്ട് എഴുന്നേക്കാൻ പറ്റുന്നില്ല, ആകെ വട്ടപൂജയായിട്ട് പഞ്ചറായിട്ട് നിൽക്കുകയാണ്. പക്ഷേ എൻ്റെ കർത്താവ് എനിക്ക് പ്രതിഫലം തരും, എൻ്റെ കർത്താവ് എനിക്ക് ശക്തിയായിട്ട് നിൽക്കുകയാണ്, എൻ്റെ കർത്താവ് എന്നെ ആദരിക്കുന്നുണ്ട്, എൻ്റെ കർത്താവ് എന്നെ മുന്നോട്ട് നയിച്ചോളും. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഈ വാക്യങ്ങൾ, ഈ വചനങ്ങൾ, ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഒന്ന് മനസ്സിൽ ആവർത്തിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങും. ഒപ്പം തന്നെ നിങ്ങളുടെ മനസ്സിൽ മറന്നു പോകല്ലേ, ജെറമ്യ 29:11 ചെറുപ്പം മുതലേ കേട്ട വചനമാണ്. കർത്താവിനൊരു പദ്ധതി ഉണ്ടെന്ന്. ഇന്നും ആ പദ്ധതി നടന്നിട്ടില്ല, നാളെ നടക്കുമോ നമുക്കറിയില്ല. അവനൊരു പദ്ധതിയുണ്ട്, മോശമായതോ നാശത്തിനുള്ളതോ അല്ല, ശുഭമായ ഭാവി, ഒരു പ്രതീക്ഷയും പ്രത്യാശയൊക്കെ ഉള്ളൊരു നല്ല ഫ്യൂച്ചർ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. കർത്താവ് പ്രവർത്തിക്കും. ഇന്ന് ഈ വചനം കേട്ട നിങ്ങളിൽ കർത്താവിൻ്റെ വചനം പ്രവർത്തിക്കട്ടെ. ജോബിനെ പോലെയോ നിരാശപ്പെട്ടിരിക്കാതെ, ഒരു പരാതി പറയാതെ, ജോബ് പിന്നീട് പ്രത്യാശയോടെ പറഞ്ഞതുപോലെ, ഏശയ്യാ പിന്നീട് പ്രത്യാശയോടെ പറഞ്ഞതുപോലെ, കർത്താവ് നിനക്ക് ശക്തിയാവട്ടെ. അവിടുത്തെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന സ്നേഹം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.